അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ഞാനിപ്പോൾ ഒരു കാര്യം പറയാൻ വേണ്ടി വന്നതാണ്. കുറേ ദിവസമായി ഞാൻ വീഡിയോ ഇടാത്തതും പിന്നെ ലൈവിൽ വരാത്തതെല്ലാം നോമ്പെല്ലായില്ലേ, ഭയങ്കര തിരക്കാണ്, ജോലി സ്ഥലത്തും തിരക്കാണ്, അതുകൊണ്ട് കുറേ വരാത്തത്. പിന്നെ ഞാൻ ഒരു ഭയങ്കര ബുദ്ധിമുട്ടിൽ പെട്ടുപോയി. ആ ബുദ്ധിമുട്ട് നിങ്ങളെ അറിയിക്കാൻ വേണ്ടിയാണ് വന്നത്. ആരും നമുക്കൊരുപാട് സ്നേഹമില്ലവരും നമ്മളോട് പരിചയമില്ലവരും നമ്മളെ അയൽവക്കക്കാരായിട്ടും നാട്ടുകാരായിട്ടും ഒരുപാട് പരിചയമില്ലവരും സ്നേഹമില്ലവരെല്ലാം എല്ലാവർക്കും ഉണ്ടാവും. നമ്മൾ പരമാവധി ചതിയിൽപ്പെടാതെ ശ്രദ്ധിക്കാൻ നോക്കണം. അങ്ങനെ ഒരു ചതിവുപെട്ട സംഭവം ഞാൻ പറയാൻ വേണ്ടിയിട്ടാണ് വന്നത്. പിന്നെ എനിക്കറിയുന്ന നമ്മളെ നാട്ടിൽ എനിക്കറിയുന്ന ഒരു പെണ്ണുങ്ങ പിന്നെ ബാങ്കിൽ എന്നെ ഒപ്പിടാൻ വേണ്ടി വിളിച്ച്. എനിക്കും ഒരു സാക്ഷി ഒപ്പ് എനിക്ക് വിട്ട് തന്നിന്. ഞാൻ അവരെ ബുദ്ധിമുട്ടാക്കുകയൊന്നും ചെയ്തിട്ട് ഞാൻ പൈസ അടച്ച് അവരെ ഞാൻ ഒഴിവാക്കുകയും ചെയ്തു. ഒരു പ്രശ്നമൊന്നും ഉണ്ടായിട്ടില്ല. അപ്പോൾ ഇവരെന്നെ ഒരു ബാങ്കിൽ പിന്നെ സാക്ഷി ഒപ്പിടണം എന്നിട്ട് എന്നെ വിളിച്ചാൽ ഞാൻ പറഞ്ഞു ബാങ്കിൻ്റെ പേര് പറഞ്ഞാൽ എനിക്ക് ആ ബാങ്കിൽ പിന്നെ ഞാൻ മെമ്പറല്ലാന്ന്. അങ്ങനെ അവർ പറഞ്ഞു ഞാൻ നിന്നെ മെമ്പറാക്കിത്തരാം വാന്ന് പറഞ്ഞ് പിന്നെ ഞാൻ അവരെപ്പുറം പോയി. ആയിക്കോട്ടെ, മെമ്പറാക്കി തന്നിട്ടല്ലേ ഞാൻ സാക്ഷി ഒപ്പിടുന്നത്, പ്രശ്നമില്ലയെന്ന് പറഞ്ഞിട്ട് ഞാനങ്ങനെ മെമ്പറാക്കാൻ വേണ്ടി പോയി. അവരെന്നെ കൊണ്ട് ആ മെമ്പർ സ്ഥാനത്ത് നിന്ന് തന്നെ കുറേ ഒപ്പ് എന്നെ കൊണ്ട് ഇടിയിപ്പിച്ച്. അപ്പം ഞാൻ അവരോട് ഇങ്ങനെ പറയുന്നുണ്ട്, ഞാൻ മെമ്പറായ എൻ്റെ ബാങ്കിൽ നിന്ന് ഞാൻ മെമ്പറാകുമ്പോൾ ഒരൊപ്പെല്ലാം ഇട്ടാന്നിട്ടു ഇതൊരുപാട് ഒപ്പിട്ട് എന്നല്ല, ഞാനെന്താ എന്നെ നിങ്ങൾക്ക് എഴുതി തരുന്നതാ എന്നല്ലെങ്കിൽ ഞാൻ തമാശ പറഞ്ഞു. അവരെന്നോടൊന്നും പറഞ്ഞിട്ടില്ല. ഞാൻ ആ ഒപ്പിട്ട് ഞാൻ എൻ്റെ ഷോപ്പിലേക്ക് പണിക്ക് വരികയും ചെയ്ത്. അങ്ങനെ പിന്നെ ഇവളെന്നെ വിളിച്ചിട്ട് പറഞ്ഞു ആ ബാങ്കിൽ നിന്നല്ല, അത് മെയിൻ ബ്രാഞ്ചാണ്, എനിക്ക് നമ്മളെ നാട്ടിലത്തെ ബാങ്കിൽ നിന്നാണ് കിട്ടൽ, ആടെ വന്നിട്ട് ഒരു ഒപ്പും കൂടി ഇട്ട് തന്നാലേ പൈസ കിട്ടുമെന്ന് പറഞ്ഞ്. അങ്ങനെ ആടെ പോയിട്ട് ഒരു ഒപ്പ് ഇട്ട് കൊടുത്ത് പൈസ വാങ്ങി. ഞാൻ പൈസ വാങ്ങിയിട്ടാണ് ഞാൻ ഒപ്പിട്ട് കൊടുത്തതിലും പൈസ ഓള് വാങ്ങി. അങ്ങനെ 4 കൊല്ലം വരെ ഇവളെന്നെ ഞാൻ പണിയെടുക്കുന്നിടത്ത് വന്നിട്ട് പറഞ്ഞ് ഇങ്ങനെ പുതുക്കണം, സാക്ഷി ഒപ്പിടണം, വന്നിട്ട് ഒപ്പിടണം എന്ന് പറഞ്ഞ്. അങ്ങനെ 4 വർഷവും ഞാൻ ഇവളപ്പുറം പോയി ഒപ്പിട്ട് കൊടുക്കുന്നത് ഞാൻ തിരിച്ചു വരുന്നു. വേറെ ഒന്നും ബാങ്കുമായിട്ടൊരു ബന്ധമോ ബാങ്കുകാരായിട്ടൊരു കാണുമോ സംസാരിക്കുമോ അങ്ങനെ ഒന്നുമില്ല. ഒപ്പിടുന്ന് ഞാൻ വരുന്നു. അങ്ങനെ ആ 4 കൊല്ലവും വേറൊരു ഷോപ്പിൽ ഞാൻ ഒറ്റക്ക് ഷോപ്പ് നടത്തുക ചെയ്യുന്നത്. 5-ാമത്തെ വർഷം ഒപ്പിടാൻ വേണ്ടി വരുമ്പം ഞാൻ ആ ഷോപ്പ് ഇന്ന് ഒഴിവായി വേറൊരു ഷോപ്പിൽ ജോലി ചെയ്യുന്നു, വേറൊരാളെ കീഴിൽ ജോലി ചെയ്യുന്നു. അപ്പോൾ 5-ാമത്തെ വർഷം ഇവളെന്നോട് അതേപോലെ വന്നിട്ട് പറഞ്ഞ് ഇങ്ങനെ പുതുക്കാൻ വേണ്ടി വരണം, പിന്നെ അല്ലെങ്കിൽ പലിശയെല്ലാം കൂടും, അതുകൊണ്ട് വന്ന് പുതുക്കണമെന്ന്. അപ്പം ഞാൻ പറഞ്ഞു എനിക്കിവിടെ ഭയങ്കര തിരക്കാണ്, പിന്നെ ഞാനിത് എണ്ണയെല്ലാം തീയെല്ലാം ഓഫാക്കിയിട്ട് ഞാൻ വന്ന് നിൻ്റെ അപ്പുറം വന്നാൽ കുറച്ച് നേരം കഴിയുമ്പോൾ എനിക്ക് ഇവിടെ വിഷയമാവും, എനിക്ക് പ്രശ്നവും വരാൻ കഴിയില്ലെന്ന് പറഞ്ഞ്. നീ ആരെ കൊണ്ടൊന്നും ഒപ്പിടിപ്പിച്ച് എനിക്ക് ആവില്ല, ഇത് എത്ര വർഷം ഇങ്ങനെ ഒപ്പിടണം, വരാൻ കഴിയില്ല പറഞ്ഞു. അങ്ങനെ ഇവൾ വരാൻ കഴിയില്ല പറഞ്ഞിട്ട് ഇവളങ്ങ് പോയി. ഒരു 5 മാസം വരെ ഒരു പ്രശ്നവുമില്ല, ബാങ്കുകാർ വിളിക്കുകയോ പറയുകയോ ഒന്നും ചെയ്തിട്ട് ഒരു പ്രശ്നവുമില്ല. ഇവൾ എന്നോടൊന്നും പറഞ്ഞിട്ടൊന്നുമില്ല, ഒരു പ്രശ്നവുമില്ല. അങ്ങനെ 5 മാസം കഴിഞ്ഞതിന് ശേഷം ബാങ്ക് മാനേജർ എൻ്റെ മോനെ വിളിച്ചിട്ട് പറഞ്ഞ് ഇങ്ങനെ എൻ്റെ പേര് പറഞ്ഞ്. അന്നേരം മോൻ പറഞ്ഞ് അതെൻ്റെ ഉമ്മ എന്നെ എന്തേന്ന് വെച്ച്. അപ്പം പറഞ്ഞ് ബാങ്കിൽ നിന്ന് ഉമ്മ ലോൺ എടുത്തിട്ടുണ്ട്, അപ്പോൾ അത് കൊണ്ടുവന്നിട്ടൊന്ന് അടക്കാൻ വേണ്ടി പറയണം എന്ന് പറഞ്ഞു. അപ്പോൾ ഇവനറിയാണ്ട് ഞാനൊരു ബാങ്കിൽ നിന്ന് ഒപ്പിടുകയോ ഒരു കടാക്കോ അല്ലെങ്കിൽ എൻ്റെ എല്ലാ വിഷയവും എൻ്റെ മോനെ അറിയും. അപ്പം ധൈര്യത്തിൽ പറഞ്ഞ് അങ്ങനെ എൻ്റെ ഉമ്മ ആ ബാങ്കിൽ നിന്ന് ലോൺ എടുത്തിട്ടാണ്, ആ ബാങ്കുമായിട്ട് എൻ്റെ ഉമ്മ ഒരിടപാടുമില്ല, പൈസ ഒന്നും എടുത്തിട്ടാണ്. അപ്പം ബാങ്ക് മാനേജർ പറഞ്ഞ് പൈസ എടുത്ത് തിന്നിട്ട് മോങ്ങുന്നോടാന്ന് പറഞ്ഞ്. അന്നേരം എൻ്റെ മോന് ഭയങ്കര ദേഷ്യമായി. മോൻ മാനേജറോടൊന്നും പറഞ്ഞിട്ടൊന്നുമില്ല. മോൻ വന്ന് എന്നോട് ചൂടായി, നല്ലോണം പ്രശ്നമായി. പിന്നെ ഓൻ നല്ലോണം ദേഷ്യപ്പെട്ട എന്നോട് ഇങ്ങനെ അറിയാണ്ട് ഒപ്പെല്ലാം ഇട്ടിട്ടായിരിക്കൂലേ, ഇങ്ങനെയല്ല. അന്നേരം ഞാൻ പറഞ്ഞു ഇങ്ങനെ ഒരാൾക്ക് സാക്ഷി ഒപ്പിട്ടിന്, അതായിരിക്കും പ്രശ്നം, അത് പ്രശ്നമില്ല, അത് ഓള് പുതുക്കൂലേ, പ്രശ്നമില്ല പറഞ്ഞു. ഞാൻ പറഞ്ഞു ഇത്
പിന്നെ സാക്ഷിയൊപ്പമല്ല പുതുക്കേണ്ട ഉമ്മ മെമ്പറാണ്. ഉമ്മാന്ന് ലോൺ എടുത്തിന് ഉമ്മാരുടെ പേരിലാന്ന് ഞാനെല്ലാം മാനേജറോട് ചോദിച്ച് അറിഞ്ഞിനെന്നെല്ലാം പറഞ്ഞ് ഇവൻ വലിയ പ്രശ്നമാക്കി. അങ്ങനെ ആടുന്ന് ഒരു മാസം വരെ വീണ്ടും ഒരു അനക്കവും ഇല്ല. പിന്നെ ഒരു മാസം കഴിഞ്ഞിട്ടാകുമ്പോൾ ഇവൾ എന്നോട് വിളിച്ചു പറഞ്ഞ് ഇങ്ങനെ നിങ്ങളെ നമ്പർ ചോദിക്കുന്നുണ്ട്, നിങ്ങളെ കിട്ടുന്ന നമ്പർ ചോദിക്കുന്നുണ്ട് മാനേജർ, നിങ്ങളെ വീട്ടിലേക്ക് മാനേജർ വരുമോലെന്ന്. അങ്ങനെ ഒരു വീട്ടിലേക്ക് വരുത്തിക്കോ അല്ലെങ്കിൽ എൻ്റെ നമ്പർ ചോദിക്കോ ചെയ്യാനല്ലല്ല ഒരാൾ നമ്മളെ സാക്ഷിക്ക് വിളിക്കുന്നു. ഒരു ഉപയോഗം, ഒരു സഹായം അങ്ങനെയെല്ലാം ചിന്തിച്ചിട്ടാവുമ്പം നമ്മളെ പരമാവധി അതിൽ നിന്ന് രക്ഷപ്പെടുത്തുക എന്നുള്ളതല്ലേ നമ്മളെ കൂട്ടി ഒപ്പിട്ടവരെ ഒരിത്. അങ്ങനെ എന്നോട് അങ്ങനെ പറഞ്ഞേരം ഞാൻ പറഞ്ഞു ഞാൻ പൈസ എടുത്തിട്ടില്ല എന്നുള്ള ഉറപ്പിൽ ഞാൻ അവളോട് പറഞ്ഞ് നീ എൻ്റെ നമ്പർ മാനേജർക്ക് കൊടുത്തേ, എൻ്റെ വീടും നീ പറഞ്ഞു കൊടുത്തേ, കുഴപ്പമില്ല എന്ന് പറഞ്ഞു. അങ്ങനെ ഇവളത് എൻ്റെ നമ്പറും കൊടുത്ത് മാനേജർക്ക്, പിന്നെ എൻ്റെ വീടും പറഞ്ഞു കൊടുത്ത്. അങ്ങനെ ഇവരുണ്ട് ഒരു ദിവസം വിളിക്കുന്നൊരു ഞായറാഴ്ച എൻ്റെ മോന് വിളിക്കുന്നു, ഇങ്ങനെ ഞമ്മ ഇന്ന സ്ഥലത്തുണ്ട് നിങ്ങളെ വീട്ടിൻ്റെ 22 വീട്ടിൻ്റെ ഒരു ലൊക്കേഷൻ പറഞ്ഞു തരുമെന്ന്. അങ്ങനെ എൻ്റെ മോൻ പറഞ്ഞു കൊടുത്ത് വരുന്ന വഴിക്ക് എല്ലാ വീട്ടുകാരോടും വഴിക്ക് കാണുന്നവരോടെല്ലാം എൻ്റെ പേര് ചോദിച്ച്. അപ്പോൾ അവരെല്ലാം പറഞ്ഞ് ബാങ്കുകാർ ഇവരെ കഴുത്തിലിങ്ങനെ തൂക്കിയിട്ടിട്ടുണ്ട്. അത് കണ്ടവരെല്ലാവർക്കും ബാങ്കുകാരാണെന്ന് മനസ്സിലായവർ അവരെല്ലാം പറഞ്ഞു ഓളായിരിക്കൂല, പിന്നെ നിങ്ങൾക്ക് ആൾ മാറിയിട്ടുണ്ടാവുമെന്ന്. അങ്ങനെ അവരെല്ലാ വീട്ടിലും കയറി ചോദിച്ച് എൻ്റെ വീട് തപ്പിപ്പിടിച്ച് എൻ്റെ വീട്ടിലെത്തി ഞാൻ അവരോട് ആദ്യം മര്യാദയ്ക്ക് തന്നെ സംസാരിച്ചു. അങ്ങനെ ഞാൻ പൈസ എടുക്കാനോ ഒന്നും വന്നിട്ടല്ല, നിങ്ങൾക്ക് എൻ്റെ രൂപം കണ്ടാൽ മനസ്സിലാവില്ല, നിങ്ങൾ ഇതുവരെ എന്നെ കണ്ടിനാ, പിന്നെ അങ്ങനെയല്ല ഞാൻ ചോദിച്ചാൽ അവർ പറഞ്ഞു അതൊന്നും നമുക്കറിയേണ്ട ആവശ്യമില്ല, നിങ്ങളെ പേരിലും അഡ്രസ്സിലാണ് പൈസ എടുത്തിട്ടില്ല, അതുകൊണ്ട് നിങ്ങൾ ആരാന്ന് വിചാരിച്ചാൽ നിങ്ങൾക്ക് അറിയുമല്ലോ ആരാന്ന് എടുത്തിന്ന്, അവരോട് കൊണ്ടുവന്ന് അടക്കാൻ വേണ്ടി പറയണം. പിന്നെ അത് പറയാൻ അമ്മ വന്നിന് ഇങ്ങാതെ ആൾ അതിൻ്റെ നിയമ നടപടിയെല്ലാം നമ്മൾ എടുക്കുമെന്ന് പറഞ്ഞേരം എന്നാൽ ഞാൻ പൈസ എടുത്ത തെളിവ് എന്തോ അങ്ങനെ തരണം, ഞാൻ പോലീസ് സ്റ്റേഷനിലേക്ക് പോകാൻ പോവുകയെന്ന്, നിങ്ങൾ വന്നതും പറഞ്ഞതും എല്ലാം റെക്കോർഡിലുണ്ട്, അതുകൊണ്ട് ഞാൻ പോവുക ചെയ്യുന്നതെന്ന് പറഞ്ഞിട്ട് എന്നാൽ നിങ്ങൾ ചെയ്യുമെന്ന് പറയുമ്പോൾ അവർ ഭീഷണിപ്പെടുത്തുമ്പോൾ എനിക്ക് ഇല്ല പ്രഷർ തേച്ച് കൊള്ളി അവരെ ഞാൻ കൊണ്ടോടിച്ച്, എൻ്റെ വാക്കാന്ന് ഞാൻ കൊണ്ടോടിച്ച് വീട്ടുകാറുമ്പെന്ന് അവരെ കൊണ്ടോടിച്ച് ഞാൻ നേരെ പോലീസ് സ്റ്റേഷനിലേക്ക് പോയി. പോലീസ് സ്റ്റേഷനിലേക്ക് പോയാൽ അവർ ചോദിച്ചു എത്ര മാസം അവർ അവധി പറഞ്ഞു. അവന് മാർച്ച് മാസത്തിൻ്റെ ഉള്ളിൽ അടച്ച് തീർക്കണമെന്ന്. അപ്പോൾ മാർച്ച് മാസം കൈയിട്ട് അവരടച്ചിട്ടില്ലെങ്കിൽ നമുക്കതിന് വേണ്ടുന്നത് ചെയ്യാമെന്ന് പറഞ്ഞിട്ട് ഞാൻ നിന്ന്. അങ്ങനെ ഞാൻ പോലീസ് സ്റ്റേഷനിൽ പോയത് അറിഞ്ഞേരം എന്നോട് പറഞ്ഞ് ഞാൻ പൈസ കുറച്ച് കൊണ്ടുപോയി അടക്കാം, പിന്നെ എന്നെല്ലാം പറഞ്ഞ് പൈസ കൊണ്ടുപോയി അടക്കാമെന്നോള് നല്ല സ്വഭാവത്തിലൊന്നല്ല പറഞ്ഞിനി. ഓളെ പൈസ ഞാനെടുത്ത് തിന്ന പോലെയാണ് ഓളെ പെരുമാറ്റമെല്ലാം ഉണ്ടായിനി, ഭയങ്കര പെരുമാറ്റം. ഞാനൊന്നും പറയാനോ വെക്കാനോ ദേഷ്യപ്പെട്ടിട്ടോ ഇല്ല. ഞാൻ പറഞ്ഞു നീ കൊണ്ടുപോയി അടക്കണം അല്ലെങ്കിൽ പ്രശ്നമാക്കുമെന്ന് പറയുകയും ചെയ്തു. അങ്ങനെ പോലീസ് സ്റ്റേഷനിൽ പോയി നിറഞ്ഞേരം പിറ്റേന്ന് തന്നെ കൊണ്ടുപോയിട്ട് ആ പൈസ ഫുൾ അടച്ച് ക്ലോസ് ചെയ്ത്. അങ്ങനെ അടച്ച് ക്ലോസ് ചെയ്യുന്നുണ്ടെങ്കിൽ എൻ്റെ വാക്കിലേക്ക് ഒരാളെ അയക്കണ്ടയോ ഒന്നും അപ്പുറം പറഞ്ഞേക്കേണ്ട ആവശ്യമില്ലല്ലോ, പറഞ്ഞു പരത്തേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ, ആരും അറിയണ്ടയോ ഒന്നും ആവശ്യമില്ലല്ലോ. അങ്ങനെ പിറ്റേന്ന് തന്നെ അടക്കേണ്ട ആവശ്യമുണ്ടെങ്കിൽ എന്ന് പറഞ്ഞാൽ ഇവരൊരാളെ മാത്രം എന്നെ മാത്രമല്ല ഒരുപാട് ആൾ ഇപ്പോൾ പോലീസ് സ്റ്റേഷനിൽ കയറുകയും ചെയ്യുന്നു. ഒരുപാട് ആളെ പിന്നെ സാക്ഷി ഒപ്പിടിക്കും, ഇവരറിയാതെ കണ്ട് മെമ്പറാക്കി എടുക്കും, ഒപ്പിടാൻ വേണ്ടിയിട്ട് കൂട്ടിക്കൊണ്ടുപോകും എല്ലാം ചെയ്ത ഒരുപാട് ആൾക്കാരുണ്ട്. എല്ലാം ഇപ്പം അവരെ ബേക്കിൽ നടക്കുക ചെയ്യുന്നത്. എൻ്റെ കണ്ടിട്ട് എല്ലാവരും ഇപ്പോൾ സ്റ്റേഷനിൽ കയറിക്കുക ചെയ്യുന്നു അടക്കുമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ എല്ലാ പ്രശ്നത്തിലായില്ല. അതുകൊണ്ട് നിങ്ങൾ ആരെങ്കിലും ഇങ്ങനെ ഒരു പ്രശ്നത്തിലുണ്ടെങ്കിൽ നിങ്ങൾ ശരിക്കും ഒന്ന് നോക്കുകയും അറിയുകയും ചെയ്യണം. ആരുമായിട്ടും നമ്മളിപ്പോൾ സ്നേഹബന്ധത്തിൽ നമ്മളിപ്പോൾ ഒരുപാട് സഹായം നമുക്ക് കൈകൊണ്ട് കൊടുക്കാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ നമ്മളിപ്പോൾ തടി കൊണ്ടായാലും നമുക്ക് എടുത്തു കൊടുക്കാൻ കഴിയുന്നതാവുമ്പോൾ നമുക്ക് ചെയ്തു കൊടുക്കാൻ നമുക്കൊരു മനസ്സുണ്ടാവും. ആരെങ്കിലും രക്ഷപ്പെട്ടോട്ട് പറഞ്ഞു വെച്ചാൽ പലിശക്ക് കൂട്ട് വെക്കുന്നത് തെറ്റന്നെ, എന്നാലും നമ്മൾ വിചാരിക്കും നമുക്ക് എടുത്തു കൊടുക്കാനില്ലല്ലോ, അപ്പം നമ്മളെ കൊണ്ട് അങ്ങനെയാണ് ഒരു ഉപയോഗം ആവട്ട്, ആ കുറ്റമായാലും ആവട്ട് നമ്മൾ ഒരു മനസ്സുകൊണ്ട് വിചാരിക്കും. അങ്ങനെ നിങ്ങൾ ചെയ്തു കൊടുത്തിട്ടുണ്ടാകുന്നെങ്കിൽ പോലും നിങ്ങൾ ശരിക്കും ശ്രദ്ധിക്കണം. ഇത് ഭയങ്കര ഇതാണ്. നമ്മളെ മെമ്പർ കാർഡിൻ്റെ നമ്പറോ അങ്ങനെ എന്തെങ്കിലും നമ്മൾ അഡ്രസ്സോ എല്ലാം പ്രൂഫെല്ലാം അറിയുമെങ്കിൽ ഇങ്ങനെ
ആട്ടം നടത്തിയിട്ട് ഇവർ ചെയ്യും. അത് മാത്രമല്ല, എന്നിട്ട് ഞാൻ ഈ പൈസ ഇവൾ അടച്ച് കഴിഞ്ഞ ഉടനെ ഞാൻ ഇവളോട് പറഞ്ഞു, എനിക്ക് മെമ്പർഷിപ്പ് എനിക്ക് ഇവൾ തന്നിട്ട് ഒന്നുമില്ല, മെമ്പർഷിപ്പ് പോലും എൻ്റെ അടുത്തില്ല. അപ്പോൾ ഞാൻ ഇവളോട് പറഞ്ഞു, എനിക്ക് മെമ്പർഷിപ്പ് വേണം, ബാങ്കിൽ നിന്ന് എൻ്റെ മെമ്പർ കട്ടാക്കണം എന്ന് പറഞ്ഞ്. അങ്ങനെ ഇവൾ മെമ്പർഷിപ്പ് തന്ന് ഞാൻ ബാങ്ക് പോയാലും ഞാൻ മാനേജറോട് പറഞ്ഞ്, ഞാൻ ഈ ബാങ്കുമായിട്ട് ഒരു ഒപ്പിട്ട ബന്ധം മാത്രമേലും വേറെ ഒന്നുമില്ല എന്നെന്താ. അപ്പോൾ അവർ പറഞ്ഞു, അതെയാ എന്ന് കമ്പ്യൂട്ടർ ഓണാക്കി നോക്കുമ്പോഴത്തേക്ക് ഇവൾ 5 ആൾക്ക് ഞാനാണെന്നില്ല ഒപ്പ്, സാക്ഷി ഒപ്പ് ഇവൾ 5 ആളെ കൊണ്ടുപോയിട്ട് എൻ്റെ മെമ്പർ ഇവളെ കൈമാന്നല്ലേ ഇല്ല 5 ആളെ കൊണ്ടുപോയിട്ട് ഇവർ ആ ബാങ്കിൽ നിന്ന് ഒപ്പിടിയിപ്പിച്ചിന്. പക്ഷെ അതിന് ഞാൻ നിയമം എടുക്കാത്ത എന്താണെന്ന് വെച്ചാൽ, പിന്നെ ഇവൾ പൈസ അടച്ച് ക്ലോസ് ആക്കിയില്ല. എനിക്ക് പിന്നെ അതിനെക്കുറിച്ച് ഒന്നും പറയേണ്ട ആവശ്യമില്ലല്ലോ. പക്ഷെ ഇവർ അത് ചെയ്തതാന്ന് ഞാൻ പറയുന്നത്. അപ്പം നിങ്ങൾ അറിയാത്ത ചതിവ് ഒരുപാട് വരും. അതപ്പം നിങ്ങൾ അത് ഭയങ്കര ശ്രദ്ധിക്കണം. ഒപ്പിടുന്ന എല്ലാം കാര്യത്തിൽ അതറിയിക്കാൻ വേണ്ടി മാത്രം വന്നതാണ്. അപ്പം ഞാൻ ആ ബാങ്കിൽ നിന്ന് എനിക്ക് ഭയങ്കര ക്ഷീണക്കടായി. കാരണം ഈ 5 ആളും അടച്ചിട്ടില്ലെങ്കിൽ എനിക്ക് ഈ മെമ്പർ ക്ലോസ് ആക്കാൻ കഴിയില്ലല്ലോ. അപ്പം ഞാൻ മാനേജറോട് ചോദിച്ചു, അപ്പോൾ ഈ 5 ആളും അടച്ചിനാ? ആ 5 ആളും അടച്ചിന്. പക്ഷെ ഇവളെന്നെ ആ 5 ആളെ കൊണ്ട് ഒപ്പിടിപ്പിച്ചത് ഇവളെപ്പോലെ ബാങ്ക് മാനേജർ വാക്കാലേക്ക് വരുന്ന പോലെ ആക്കിയെങ്കിലോ അവർ 5 ആളും ആ 5 ആൾ എന്നെ രക്ഷിച്ചിട്ടേ അടച്ചില്ലേ. ഇവൾ മാത്രമല്ലേ ബാങ്കുകാർ എൻ്റെ വാക്കാലേക്ക് വരുത്തിച്ചിന്. അതുകൊണ്ട് ഇവർ പാരമ്പര്യമായിട്ട് ഇറങ്ങിയത് തന്നെയാണ്. കുറേ ആളിപ്പം ബേക്കിൽ നടക്കുന്നത്. ഇപ്പം വീട് ഇവരെ കൊണ്ട് ശല്യമായിട്ട് വീട് പുറത്തുനിന്ന് പൂട്ടിയിട്ട് വീട്ടിലേക്ക് ബാങ്കുകാർ വരുമ്പോൾ ഇവിടെ ആൾതാമസം ഇല്ല എന്നുള്ള രൂപത്തിൽ പോലെ വന്ന് ഇപ്പോൾ ആൾ നിന്നിട്ടില്ലത്, ഭയങ്കരമായിട്ടാണ് ഉള്ളത്. അതുകൊണ്ട് നിങ്ങൾ എല്ലാവരും ശ്രദ്ധിക്കണം. ആർക്ക് ജാമ്യം നിൽക്കുമ്പോൾ ഒപ്പിടുമ്പോൾ എല്ലാം വളരെയധികം ശ്രദ്ധിച്ചിട്ട്, എന്നെപ്പോലെ വേഗം പോയിട്ട് തിരക്കിൽ വേഗം പോയി ഒപ്പിട്ടിട്ട് തിരിച്ചു വരുന്ന ആ ഒരു സിറ്റുവേഷനിൽ ഉണ്ടായിക്കൂടാ. എല്ലാം നല്ലോണം ശ്രദ്ധിച്ചിട്ട് നോക്കും കണ്ടും ചെയ്തിട്ട് ആർക്കും എന്ത് സഹായം ചെയ്തു കൊടുത്താൽ മതി. ഇത് ഭയങ്കര പ്രശ്നമാണ്. അതുകൊണ്ട് ഞാൻ എൻ്റെ ആ ചതിവിൽ പെട്ട് നിങ്ങളെ ഞാൻ അറിയിച്ചു എന്നേലും. എല്ലാവർക്കും ആഫിയത്തുള്ള ദീർഘായുസ്സ് അള്ളാഹു പ്രദാനം ചെയ്യട്ടെ. നല്ല ബോധവും നല്ല ചിന്താഗതിയും ഈ നല്ല മാസത്തിൽ അള്ളാഹു എല്ലാവർക്കും തരട്ടെ. നല്ല റമളാൻ മാസമാണ് വരുന്നത്. എല്ലാവർക്കും നോമ്പ്, പരിശുദ്ധമായ റമളാൻ മാസത്തിലെ നോമ്പ് എല്ലാവർക്കും ആഫിയത്തോടു കൂടി ആയുസ്സോടു കൂടി നോക്കി വീട്ടുവാനും അള്ളാഹുവിൻ്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ എന്ന് പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.